അഭിനയിച്ച് തകർത്ത് അഭിനയിക്കുന്ന ഒരു രംഗം നമ്മളിന്ന് കണ്ണൂർ കണ്ടത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ഒരു രോഗവുമായി ആശുപത്രിയിൽ കടന്നു ചെല്ലുന്ന ഒരു സാധാരണ പ്രവർത്തകന് മാന്യമായിട്ടുള്ള ചികിത്സ കേരളത്തിൻ്റെ ആശുപത്രികളിൽ ലഭിക്കുന്നില്ല. കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു രോഗിക്ക് കണ്ണിന് ശസ്ത്രക്രിയ നടത്തിവിടുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ സമാനമായിട്ടുള്ള എത്രയെത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഈ ഏറ്റവും തകർന്ന ഒരു വകുപ്പായി അല്ലെങ്കിൽ ഏറ്റവും ലോ പെർഫോമിംഗ് വകുപ്പായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഒരു മന്ത്രിയാണ്, അദ്ദേഹം ഒരു വനിതയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലേക്കുള്ള പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഹാൻഡിലുകളെല്ലാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വലിയ രീതിയിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ്. ഒരു നിസാര രോഗമായി ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് മൂക്കിൽ പഞ്ഞി വെച്ച് ഇറങ്ങി വരേണ്ട അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളം ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ ഈ മുഖ്യമന്ത്രിയൊന്നും ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാത്തത്? ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതിഷേധം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി KSUവും യൂത്ത് കോൺഗ്രസും നിരവധിയായിട്ടുള്ള സമരങ്ങളിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധമാണ്. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ഞങ്ങളത് പ്രകടിപ്പിച്ചു വരുന്നത്. ഇന്ന് കണ്ണൂർ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവം, KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ കരിങ്കൊടിയുമായി ചെന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേവലം 4-5 KSU പ്രവർത്തകർ പ്രതിഷേധവുമായി മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മന്ത്രിക്ക് സംരക്ഷണ വലയമൊരുക്കിയത് 20-25 പോലീസുകാരാണ്. യാതൊരു രീതിയിലേക്കും ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലീസുകാർ ശ്രമം നടത്തുന്ന വിഷ്വലുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്ന രംഗം എന്താണ്? സമരക്കാർക്ക് നേരെ ആക്രോശിച്ചു കൊണ്ടുവരുന്ന വീണ ജോർജിനെയാണ്. KSUക്കാരെ അസഭ്യം പറയുന്ന വീണ ജോർജിനെയാണ്. വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ആ വിഷ്വലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ KSUക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് KSUക്കാർക്ക് നേരെ അസഭ്യം പറഞ്ഞുകൊണ്ടുവരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ത് സന്ദേശമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നൽകാൻ തയ്യാറാകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യാജ വാർത്തകൾ കൊണ്ട് ഈ പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകരെ കൊത്തിവലിക്കാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് മന്ത്രി പങ്കെടുത്ത ദേശാഭിമാനിയുടെ പരിപാടിയിൽ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം ആ സമരം പൊളിയുകയാണ്. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രിയുടെ കൈക്ക് പരിക്കുണ്ട്. ഇന്ന് തന്നെ മട്ടന്നൂരിൽ വെച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മന്ത്രിയുടെ വളരെ വ്യക്തമായിട്ട് ആ പരിക്ക് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ KSUക്കാർ കയ്യേറ്റം ചെയ്തിട്ടല്ല പരിക്കുണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷ്വലിൽ ഈ പറയുന്ന KSUക്കാർ മന്ത്രിയുടെ ദേഹത്ത് പരിക്കേൽക്കുന്ന തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു വിഷ്വലുകൾ, സമയം എത്രയായാലോ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരുടെ അടുത്തുണ്ടോ? ഒരു കാര്യം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെ CCTV വിഷ്വലുകൾ പുറത്തുവിടണം. ആ CCTV വിഷ്വലുകൾ പുറത്തുവിട്ടാൽ മന്ത്രി നടത്തിയത് സമര നാടകമാണ്, അല്ലെങ്കിൽ മന്ത്രിക്ക് പറ്റിയത് പരിക്കെന്ന് പറയുന്നത് കേവലം നാടകമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കും. അത് വലിയ രീതിയിലേക്കുള്ള അപമാനമാണ്. ഒരു മന്ത്രി എന്ന നിലയിലും കേരളത്തിൻ്റെ സർക്കാരിനും അത് വലിയ രീതിയിലേക്കുള്ള അപമാനത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇത് സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതെല്ലാം രീതിയിൽ സമര നാടകങ്ങൾ നടത്തി അല്ലെങ്കിൽ എന്ത് പറയുന്നത് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മന്ത്രി സ്വാഭാവികമായിട്ട് ശ്രമം നടത്തുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ട് മന്ത്രി ശ്രമിക്കുകയാണ്. അതാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന സമരത്തിന് നേരെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതൊരു ജനാധിപത്യ നാടാണ്. ഇവിടെ എത്രയോ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റേ ഇത്തരത്തിലുള്ള സമര രീതികളൊക്കെ ഉണ്ടാകുന്നു. ആ സമര രീതികൾ ഉണ്ടാകുമ്പോൾ സമരം നടത്തുന്ന പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു കീഴ്വഴക്കം എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ആ വിഷ്വലുകളിൽ വളരെ സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്ന വീണ ജോർജ്. അത് പ്രതിഷേധിക്കുന്നതിൽ ഒരു തെറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.